തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം, ഐസ്, പാൽ, മോര്, നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു. ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം. VTS മിൽക്ക് പ്രൊഡക്ട്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കല്യാണമാണോ? ആഘോഷമാക്കണ്ടേ? ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം. ഡ്രസ്സിന് മാച്ച് ആവണം, മേക്കപ്പിന് ഇണങ്ങണം. ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ്. പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. 4 റോഡുകൾ കൂടിച്ചേരുന്ന ടൗൺ ജംഗ്ഷൻ വാഹനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിലും സമീപത്തായും ഒരാഴ്ചക്കിടെ മാത്രം 4 അപകടങ്ങൾക്കാണ് നാട്ടുകാർ സാക്ഷ്യം വഹിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 2:30 വണ്ടൂർ ഭാഗത്തു നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസും പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരികയായിരുന്ന മാരുതി കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. 4 റോഡുകൾ കൂടിച്ചേരുന്ന ടൗൺ ജംഗ്ഷൻ വാഹനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതോടൊപ്പം ടൗണിൽ ട്രാഫിക് സിഗ്നൽ പ്രവർത്തനരഹിതമായതും അപകടങ്ങൾക്ക് കാരണമാവുന്നതായി പരാതി ഉയരുന്നുണ്ട്. 5 വർഷത്തിലേറെയായി ട്രാഫിക് സിഗ്നൽ പ്രവർത്തനരഹിതമായിട്ടെന്നും നിരവധി തവണ ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. അങ്ങാടിയിലെ ദിനംപ്രതി അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക, മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ഇനി രാത്രി കാലങ്ങളായി കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ പാണ്ടിക്കാട്ടങ്ങാടിയിൽ വരുന്നത്. അങ്ങാടിയിൽ 4 ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ആ റെഡ് സിഗ്നലെങ്കിലും പ്രവർത്തിച്ചാൽ ആളുകൾക്ക് ടൗണാണെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാവും. വാഹനങ്ങൾ അങ്ങാടിയിലേക്ക് കടന്നു വരുമ്പോൾ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. പെരിന്തൽമണ്ണ മൈസൂർ ദേശീയ പാതയിൽ ഇവിടെ പാണ്ടിക്കാട് ടൗണിൽ ദിനംപ്രതി അപകടം പതിവായിരിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു കോഴി വണ്ടിയും KSRTC ബസ്സും ഇടിച്ച് 4ഓളം പേരുകൾ ഈ പാണ്ടിക്കാട് ടൗണിലാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഇവിടെ ഒരു അപകടം ഉണ്ടായി. ദിവസവും രാത്രി നേരം വൈകിയാണ് ഞങ്ങളിവിടെ രാത്രി അപകടങ്ങൾ നടക്കുന്ന ഈ സ്ഥലത്ത് ദിനംപ്രതി ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കാരണം പാണ്ടിക്കാട് ടൗണിൽ ഒരു റെഡ് സിഗ്നലോ അതുപോലെ സീബ്ര ലൈനോ അതുപോലെ റിഫ്ലക്റ്റ് പോലെയുള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ലാത്തതിൻ്റെ കാരണമാണ് ഇവിടെ അപകടങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മേലാറ്റൂർ റോഡിൽ നിന്ന് അമിത വേഗതയിൽ വരുന്ന വാഹനം ടൗണാണെന്ന് പോലും വാഹനത്തെ ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് ടൗണാണെന്ന് പോലും അറിയാതെ അവർ ആക്സിലേറ്റർ ചവിട്ടി ബ്രേക്കിൽ പോലും കാല് വെക്കാതെ അമിത വേഗതയിൽ പോവാണ്. അപ്പോൾ ഇതിന് പെരിന്തൽമണ്ണ റോഡിൽ നിന്ന് വണ്ടൂർ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇത് അറിയാത്ത ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് മെയിനായിട്ട് നടക്കുന്ന പാണ്ടിക്കാട് ടൗണിൽ റെഡ് സിഗ്നൽ വെക്കുക, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് വെച്ചുകൊണ്ട് ഈ അപകടം തടയണം. അധികൃതരുടെ കണ്ണ് തുറപ്പിക്കണം. അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനത്തിനല്ല, മറിച്ച് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സുരക്ഷ, ജാഗ്രതയ്ക്കും മുന്നറിയിപ്പിനുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.